ഹലോ, പുതുവർഷമായിട്ട് എന്താ പ്ലാൻ? മാറുന്നതേ ചുമറ്റിലെ കലണ്ടർ മാത്രമല്ല കേട്ടോ. പിന്നെന്തൊക്കെയാ? നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമ്മുടെ സമയവും ഒക്കെയാണ്. നമുക്ക് നമ്മളായിട്ട് വേസ്റ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? ഈ ഓരോ ഇയറിലും നമ്മൾ എടുക്കുന്ന ഒരു റെസൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഇന്നതൊക്കെ ചെയ്യും, നമ്മൾ ഇന്നതൊക്കെ കാണിക്കും, ഇന്നതൊക്കെ പൂർത്തീകരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. അതൊന്ന് പൊടിതൊക്കെ എടുത്തൊന്ന് തുറന്നു നോക്കുക കേട്ടോ. കാരണം അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, എന്തൊക്കെയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്തത്, എന്തൊക്കെയാണ് വേണ്ടെന്ന് വെച്ചത്, എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നത്. ഇനിയും ടൈമുണ്ട് അല്ലെ? പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എനർജിയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും ഓരോ ഇയർ കഴിയുമ്പോ തോറും കൂടിക്കൊണ്ടൊന്നും ഇരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നല്ല ചിന്തയോടുകൂടി പ്രവർത്തനക്ഷമതയോടുകൂടി നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. പുതിയൊരു വർഷമായിട്ട് പുതിയൊരു നോട്ട്ബുക്കിലേക്ക് നിങ്ങളുടെ കഥ പുതുതായിട്ടൊന്ന് എഴുതുമ്പോൾ ഈ കഴിഞ്ഞ വേദനകളും ആ വേദനകൾ തന്ന പാഠങ്ങളും ഒക്കെ നമുക്ക് ഊർജ്ജമായിട്ടങ്ങ് എടുക്കാന്നേ. എന്നിട്ട് പുതിയൊരു കഥ നിങ്ങൾ എഴുതണം. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ. മാറും, മറക്കും, മടുക്കും, മരിക്കും. ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതുവർഷത്തിൽ, ഈ ഒരു പുതിയ ദിനത്തിൽ, ഈ ഒരു പുതിയ ബുക്കിൽ നിങ്ങൾ നിങ്ങളുടെ പുതിയ കഥ രചിക്കണം. അതിൽ ഈ വേദനകളില്ല, പക്ഷെ അത് ഉൾക്കൊണ്ട ഊർജ്ജത്തോടുകൂടി നിങ്ങൾ എഴുതണം. എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ രചിക്കാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ. കാരണം പേന ആരുടെ കയ്യില? നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോ മനോഹരമായിട്ടുള്ള കഥകൾ നമുക്ക് രചിക്കാം. നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഹോരാത്രം പരിശ്രമിക്കാം. അപ്പോ എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു പുതുവർഷം ആശംസിക്കുന്നു. നമ്മളിൽ ഭൂരിഭാഗം പേരും എല്ലാവരോടും പെരുമാറുന്നത് നിസ്വാർത്ഥമായിട്ടാണ് അല്ലെ? വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയും വളരെയധികം സത്യസന്ധതയോടുകൂടിയും ഒക്കെ ആയിരിക്കും പെരുമാറുന്നത്. ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധരാകാൻ പാടില്ല. ഒരു പരിധി വിട്ട് സത്യസന്ധരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അല്ലെങ്കിൽ അത് പിന്നീട് നമ്മൾ മുതലെടുക്കുന്നതിലേക്ക് ഒരു കാരണമായി മാറും എന്നതിൽ സംശയമൊന്നും തന്നെയില്ല. ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ? വളവില്ലാത്ത മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. അതായത് എപ്പോഴും സത്യസന്ധരാണ് ആദ്യം ക്രൂശിക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രൂശനമൊക്കെ ഏറ്റുവാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് നമുക്കാണ്. എന്ന് വെച്ചാൽ സത്യസന്ധരാവരുത്, എപ്പോഴും കള്ളം പറയണം, ഇനിയൊന്നും അല്ല പറയുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ മറ്റൊരു പോയിന്റുമായി കാണാം.